വർഷയുമൊത്ത് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റോഷൻ പ്രസൻറ്റേഷനുമായിട്ട് മടങ്ങി എത്തിയപ്പോൾ വർഷേനെ കാണാതാവുകയാണ്. അമ്പലത്തിലൊക്കെ റോഷൻ കുറേ നോക്കൂട്ടോ. പുള്ളിക്കാരിനെ കാണാതാവുമ്പോൾ റോഷൻ കാറെടുത്തിട്ട് നേരെ വർഷയുടെ വീട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. വീട്ടിലെത്തിയ വശം തന്നെ റോഷൻ വർഷയുടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ്, ഞാൻ ജോലിയായിട്ട് സംസാരിക്കണമെന്ന് കരുതി നിങ്ങളാരും ഓവർ അഡ്വാൻറ്റേജ് ഒന്നും എടുക്കണ്ടെന്ന് പറയുമ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോനെന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയുമ്പോൾ എന്ത് പറയാൻ, നിങ്ങളുടെ മോളെ കാണാനില്ല. ഞാൻ ആ പ്രസൻറ്റേഷനായിട്ട് മടങ്ങിയെത്തിയപ്പോഴേ നിങ്ങളുടെ മോളെ കാണാനില്ല, മിസ്സിങ് ആണെന്ന് പറയാൻ കേട്ടോ. എന്താ മോനെ നീ പറയണേ? പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് റോഷൻ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട നമ്മുടെ വർഷയുടെ അച്ഛൻ നേരെ നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വെച്ചടിക്കുകയാണ്. അവിടെ എത്തിയ വശം തന്നെ നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കുന്നു, രവീന്ദ്ര എവിടെടാ എൻ്റെ മോളെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ലെന്ന്, നിനക്കറിയത്തില്ലല്ലേ പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ പോലീസും വരുന്നുണ്ട്. പോലീസിനോട് പറയുന്നത്, സാർ ഇവനാണ്, ഈ രവീന്ദ്രനാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സീനുണ്ടാക്കുകയാണ്. അപ്പോൾ പോലീസ് പറയുകയാണ്, രവീന്ദ്രൻ ഒന്ന് ലേശം വരെ വരണമെന്ന് പറയാൻ കേട്ടോ. എന്തിനാ സാർ, എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാനും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ആയെന്നുള്ളൂ, എനിക്ക് റൂൾസും നിയമങ്ങളൊക്കെ അറിയാം. എന്നെ ഇപ്പോൾ എന്തിൻ്റെ കാരണം കൊണ്ടാണ് സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയണമെന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രൊമോ കഴിയണത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.